ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. വൈകുന്നേരം സമയമാകുന്നു, 4 മണിയോട് അടുക്കുന്നു. ഇന്ന് വൈകുന്നേരം ഡിന്നർ ഒരു സ്ഥലത്താണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. പൂവാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. പൂവാർ അറിയാമല്ലോ, ബോട്ടിങ്ങൊക്കെ ഉള്ള ബ്യൂട്ടിഫുൾ പ്ലേസാണ് പൂവാർ. കടലും കായലും ഇങ്ങനെ ഒന്നിച്ച് വരുന്ന പൊഴി മുറിയുന്നൊരു ഭാഗമൊക്കെ ഉണ്ട്. അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിയും. അപ്പോൾ സൺസെറ്റൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് കാണേണ്ടി വരും മിക്കവാറും ആ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. എന്തായാലും ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. എന്നോടൊപ്പം വരിക. അങ്ങനെ പൂവാർ എത്തി എന്ന് തന്നെ പറയാം ഏകദേശം. അപ്പോൾ ഇവിടെ ഒരു ബോട്ട് ക്ലബ്ബിൽ വന്നിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ബോട്ടിലാണ് ഉള്ളിലേക്ക് പോകുന്നത്. അന്നേരമാണ് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് രസമാണ്. അവിടെ കുറേ ഉണ്ട് കേട്ടോ. അതിൽ ഒരിടത്തേക്കാണ് നമ്മൾ പോകുന്നത്, കിങ് ഫിഷർ. അപ്പോൾ ഇതിപ്പോൾ നെയ്യാർ ബോട്ട് ക്ലബ്ബാണ്, അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പൂവാർ ഭാഗത്ത് ഇവിടെ ഇതേ കണ്ടോ, റോഡ്, മെയിൻ റോഡ് ഇങ്ങനെ കളിയിക്കാവിളയൊക്കെ പോകുന്ന ആ വഴിയാണ് റോഡ്. ആ പാലത്തിൻ്റെ താഴെ നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇത് കാണാറുണ്ട് ഈ ഭാഗമല്ല. അപ്പോൾ ഇവിടെ നിന്നാണ് ബോട്ടിൽ കയറുന്നത്. ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ശരിയല്ലേ? ഇപ്പോൾ നമ്മുടെ പൂവാർ ബോട്ടിങ്, ഇപ്പോൾ ഞാനൊരു ബോട്ടിൽ കയറിയിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ അപ്രൂവ്ഡ് റേറ്റ്സ് എന്ന് പറയുന്നത് 2 ആൾക്കാർക്ക് ഒരു ബോട്ടിൽ 1 മണിക്കൂർ സഞ്ചരിക്കാൻ 2500 രൂപയും 2 പേർക്ക് 1.5 മണിക്കൂർ സഞ്ചരിക്കാൻ 3500 രൂപയാണ്. പക്ഷേ അഡീഷണൽ ആയിട്ട് ഒരാൾ വരികയാണെങ്കിൽ 500 രൂപ അഡീഷണൽ കൊടുക്കണം, 1 അവർ 1.5 അവേഴ്സിന്. അപ്പോൾ പൂവാറിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ബോട്ടിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരു മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഫോറിനേഴ്സ്. പിന്നെ നമ്മുടെ ആൾക്കാരും ടൂറിസ്റ്റുകളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നിർബന്ധമാണ്. പിന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ ഇത് ചെയ്യും. അപ്പോൾ ഈ യാത്ര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോൾ കണ്ടൽക്കാടുകളിലൂടെ സഞ്ചരിച്ച് ആമസോൺ കാടുകളിലൂടെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് പോലെ അങ്ങനെ കണ്ട് മേരി മാതയുടെ സ്റ്റാച്യു ഭാഗത്ത്, പിന്നെ കുറച്ച് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ്, പൊഴി മുറിയുന്ന ഭാഗം, അങ്ങനെ ബീച്ചും കായലും രണ്ടിൻ്റെ എക്സ്പീരിയൻസ് നമുക്കിങ്ങനെ ബോട്ടിലൂടെ പോയി തന്നെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു നല്ലൊരു രസമുള്ള ട്രിപ്പാണ്. ഞാനിതിന് മുന്നേ പോയിട്ടുണ്ട്. എനിക്കൊന്നും ഇതിന് മുന്നേ വേറെ ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ ഇതൊരു എക്സ്ക്ലൂസീവായിട്ട് ഞാൻ ഇന്ന് ഇതിന് വേണ്ടി തന്നെ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ്സ് ഒക്കെ ഇവിടെ കറക്റ്റ് അപ്രൂവ്ഡ് റേറ്റ്സ് എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ മെമ്പേഴ്സിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫറാണ് ഈ ബോട്ട് റൈഡിന് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊരു 7 പേരായിട്ട് വന്നാലും ആ ഒരു ഗ്രൂപ്പിന് ഇതുപോലൊരു ബോട്ടിൽ ഒരു ബോട്ടിങ് കിട്ടുകയാണെങ്കിൽ ഒരു റൈഡ് ഇതെല്ലാം കംപ്ലീറ്റ് 1.5 മണിക്കൂർ നിങ്ങൾക്കൊരു ബോട്ട് സഫാരി കിട്ടും. അതിന് 1600 റുപ്പീസ് ഭയങ്കര ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് തരാൻ പോവാണ്. 1 മണിക്കൂറിന് 2500 രൂപ 2 പേർക്ക് വാങ്ങിക്കുന്ന സ്ഥലത്താണ് 7 പേർക്ക് 1.5 മണിക്കൂറിന് 1600 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഓഫർ പോലെ തരുകയാണ്. നമ്മുടെ എക്സ്ക്ലൂസീവ് യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു നമ്പർ കൊടുത്തേക്കാം. ആ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി, നിങ്ങൾക്ക് ആ ഓഫർ ഉപയോഗപ്പെടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. അപ്പോൾ ഞാൻ കാണാൻ പോണ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ബോട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും പറ്റിയ ടൈമിലാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഈവനിങ് ടൈമാണ്, 4:30 എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പെട്ടെന്ന് സൺസെറ്റ് 5 മണി ആറായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇച്ചിരി ലേറ്റാണ്. പക്ഷേ നിങ്ങൾക്ക് ഏർലി മോർണിംഗ് അവേഴ്സ് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഒരു 6 മണിക്കൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിലും ഇവിടെ വരാം. അപ്പോൾ ഒരു ആളും ബഹളമൊന്നും ഉണ്ടാവില്ല. സൈലൻ്റായിട്ട് കിളികളുടെയൊക്കെ ശബ്ദം, വേണമെങ്കിൽ ഒരുപാട് റയർ സ്പീഷീസ് ആയിട്ടുള്ള ബേർഡ് സ്പോട്ടിങ് നിങ്ങൾക്ക് പറ്റും. ഇങ്ങനെ പോകുന്ന വഴിക്ക് വാട്ടർ ബേർഡ്സിനെയൊക്കെ കണ്ട് മനോഹരമായ ആ പ്രഭാതം ആസ്വദിച്ച് ഈ ഒരു ബോട്ട് ജേണി എൻജോയ് ചെയ്യാൻ പറ്റും. അത് ഇത് ചെന്ന് അവസാനിക്കുന്നത് നമ്മളെ പൊഴിയുടെ ആ ഭാഗത്താണ്. കടലും കായലും ബാക്ക് വാട്ടേഴ്സും കൂടി ഒന്നിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ ട്രിപ്പ് ഇങ്ങനെ പോവുകയാണ്. പോയി നമ്മളൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ ചെന്ന് നമ്മുടെ ഇന്നത്തെ ഈവനിങ് ഡിന്നർ അവിടെ ആയിരിക്കും. അങ്ങനെ രസകരമായൊരു റിലാക്സിങ്, റിജുമിനേഷൻ, ഇതൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ യാത്രകൾ നമുക്ക് തരുന്നത് അല്ലേ. ഞാനിങ്ങനെ വീഡിയോയും റീൽസും ഒക്കെ എടുക്കും. ഭയങ്കര സന്തോഷം, ഹാപ്പിനെസ്.
അങ്ങനെ മാൻഗ്രോവ് ഫോറസ്റ്റിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. അതായത് കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇതിങ്ങനെ പല പല മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത്. പല ആംബിയൻസ് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. ഫ്ലോറ ആൻഡ് ഫോണ പല രീതിയിലാണ് മാറുന്നത്. ഇവിടുത്തെ വാട്ടർ ബേർഡ്സ് ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ബാക്ക് വാട്ടേഴ്സിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂസ്. കണ്ടൽക്കാടുകളുടെ ഉള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഷെയ്ഡി ആയിട്ട് നല്ല തണലും മരങ്ങളുടെ ആ ഒരു പച്ചപ്പ്, വെള്ളത്തിന് പോലും ആ ഒരു കളറായിരിക്കും, ഒരു ഗ്രീൻ കളർ. ഇവിടെ ഇഷ്ടം പോലെ വാട്ടർ ബേർഡ് ഈ വെള്ളത്തിലുള്ള ഒരുപാട് പ്രത്യേകതരം ഇങ്ങനെ കണ്ടൽക്കാടിൽ മാത്രം കാണുന്ന ജീവജാലങ്ങളുള്ള സ്ഥലമാണ്. ഭയങ്കര നല്ലൊരു നാച്ചുറൽ ഫ്ലോറ ആൻഡ് ഫോണ ഉള്ള സ്ഥലമാണിത്. ഇങ്ങനെ നോക്കിയിരുന്നാൽ കുറേ വാട്ടർ ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും. സാധാരണ കൊക്ക് പോലെയുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്, കൊക്ക്. പക്ഷെ അല്ലാണ്ട് കുറേ കാര്യങ്ങൾ കാണാം. ശരിക്കും ബേർഡ്സിനെ സ്പോട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് അവേഴ്സ് ആയിരിക്കും. ഇതിപ്പോൾ വൈകുന്നേര സമയം എന്ന് വെച്ചാൽ കയറുന്ന സമയമാണ് കൂട്ടിലേക്ക്. മറ്റേ രാവിലെ അവരും വളരെ ഫ്രഷ് ആയിരിക്കും. ഒരു ഗുഡ് മോർണിംഗ് എന്നുള്ള മട്ടിലാണ് അവർ ഇറങ്ങുന്നത് കിളികളൊക്കെ. വെള്ളത്തിൽ കുളിക്കുന്ന കുട്ടികളെ ആൾക്കാരെയൊക്കെ നോക്കി ഈ സൈഡിൽ. ആഹാ, ഇവിടെ ഉണ്ട്. നല്ല രസമാണല്ലോ. അതെ, ഓക്കെ. ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, ഒരു മസ്ജിദ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയാണ് ഒരു കുളിക്കടവ് പോലെ അവരിങ്ങനെ പടിക്കെട്ട് വെച്ചിട്ടുണ്ട്. യഥാർത്ഥ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇപ്പം നമ്മൾ ഓൺ ദ വേ ആയിരുന്നു. കണ്ടൽക്കാട് കയറി പകുതിയോളം ആയിട്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോക്കിയാൽ അയ്യോ എന്ത് രസം ഇത്, സോ ബ്യൂട്ടിഫുൾ. ഇതൊരു മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം കേട്ടോ, ഇങ്ങനെ കണ്ടൽക്കാടിലൂടെയുള്ള യാത്ര. ഏത് വെയിലത്ത് വന്നാലും ഇവിടെ തണുപ്പായിരിക്കും അല്ലേ, തണലും ഇതുണ്ടാവും. കാര്യം അത്രയും മരങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ടേ ഭയങ്കര ഒരു സുഖമാണിത്. ഇഷ്ടംപോലെ ആൾക്കാർ വേറെ ടൂറിസ്റ്റുകൾ ഇങ്ങനെ ബോട്ടിൽ വരുന്നുണ്ട്, ബോട്ട് റൈഡ് എടുത്തിട്ട്. വിദേശികൾ മാത്രമല്ല, സ്വദേശികളും ഉണ്ട്, കേരളത്തിന് പുറത്തുള്ളവരുണ്ട്, പല സ്റ്റേറ്റിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ ബോട്ട്സ്. ഇനി തുറസായ ഭാഗത്തേക്ക് എത്തുന്നു. വീണ്ടും നമ്മൾ പുറത്തിറങ്ങിയല്ലേ, കണ്ടൽക്കാടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുന്നു. ഈ ഭാഗത്തൊക്കെ പിന്നെ റിസോർട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പള്ളിയൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇതിനപ്പുറം കടലാണല്ലോ, ബീച്ച് സൈഡ്. ഈ ഒതളങ്ങ എന്ന് പറയുന്ന സാധനമല്ലേ ഇത്, മറ്റേ വിഷം അല്ലേ, വിഷക്ക, അത് ധാരാളം ഉണ്ട് ഈ ഭാഗത്തെല്ലാം. ആമസോൺ കാടുകളെ അനുസ്മരിപ്പിക്കുന്ന പോലെ തോന്നുന്നതാണ് പറയുന്നത് ഇതുവഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ. ഞാൻ ആമസോണിൽ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല. എങ്കിലും ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് വളരെ ചെറിയൊരു ഡിസ്റ്റൻസിലേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. നമ്മൾ വന്ന വഴിക്ക് ഒരു കരിക്ക് വിൽക്കുന്ന ചേട്ടൻ ഒരു ബോട്ടിൽ വെച്ചിരിക്കുന്ന കണ്ടു. അപ്പോൾ അന്നേരം നിർത്താൻ സമയമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് വന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് വീണ്ടും ഒരു ബോട്ടിൽ കരിക്ക് സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ദിസ് ജേണിയാണ് കേട്ടോ. കരിക്കെല്ലാം മേടിച്ച് കുടിച്ചിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് പോകാം. ഇതെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടൽക്കാടുകൾ വന്നു പോകുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നു. 2 കാടുകളിലൂടെ പോവാണ്, 2 കണ്ടൽക്കാടുകൾ. ഒരെണ്ണം കഴിഞ്ഞു, നെക്സ്റ്റ്. ഒരുപാട് വള്ളിയൊക്കെ ഇങ്ങനെ തൂക്കി കിടക്കുന്നുണ്ടോ ഈ കണ്ടൽക്കാടിലൂടെയൊക്കെ പോകുമ്പോൾ. അത് രസമാണ് ഇങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും നെയ്യാറിലേക്ക് തിരിച്ചിറങ്ങി. അപ്പോൾ ഫസ്റ്റ് കണ്ടൽക്കാടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. ഞാൻ കണ്ടല്ലോ നല്ല പരന്ന് കിടക്കുന്നു. അനന്ത വിക്ടോറിയ മാർത്താണ്ഡവർമ്മ കനാൽ, AVM കനാൽ എന്ന് പറയുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. നെയ്യാറിൻ്റെ AVM കനാൽ ഭാഗത്ത്. അയ്യോ എന്ത് രസമായത്, സോ ബ്യൂട്ടിഫുൾ. എനിക്ക് പറയാൻ വാക്കുകളില്ല. മനോഹരമായ കാഴ്ച. ഇത് വിശാലമായ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. നോക്കൂ, ഇപ്പോൾ കുറേ ബോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ബോട്ടിങ് നടത്തുന്ന സമയമാണിത്. ഇതേ നോക്കിയേ, ഇവിടെ ബോട്ട്സിൻ്റെ കളിയാണല്ലോ. ഇഷ്ടം പോലെ ബോട്ട്സ് അല്ലേ വൈകുന്നേരം ആകുമ്പോൾ. നമ്മുടെ ക്യാമറ ടീം വേറൊരു ബോട്ടിലാണ്. അതെ, എനിക്ക് ഓപ്പോസിറ്റായിട്ടൊരു ഫോറിനറെല്ലാം കൊണ്ട് വേറൊരു ബോട്ട് വരുന്നു. വീണ്ടും ബോട്ട്സൊക്കെ ആയിട്ട് ആൾക്കാർ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്ന ആൾക്കാർ. ഇതെല്ലാം പല എത്ര ബോട്ട്സ് ഉണ്ട് അറിയാം ഇവിടെ. 265ഓളം ബോട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൾക്കാരിങ്ങനെ ഇഷ്ടം പോലെ ഇത് എൻജോയ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അതെ നോക്കൂ, ഇഷ്ടം പോലെ എത്ര ബോട്ട്സ് പാസ് ചെയ്ത് പോകണു നോക്കി. അങ്ങനെ ബോട്ടിൻ്റെ വെളിയിൽ ചാടി അതിനകത്ത് ഇരുന്നിട്ടേ
നല്ല രസമുണ്ട്. ഇപ്പോൾ വെയിലൊക്കെ മാറിയല്ലോ. വെയിലുള്ള സമയത്ത് അകത്തിരിക്കുന്നത് തന്നെയാണ് നല്ല. ഇപ്പോൾ നല്ല ഫ്രഷ് എയർ. ആഹാ. കരിക്ക് ചേട്ടൻ, വീണ്ടും ഒരു കരിക്ക് ചേട്ടനെ അവിടെ കാണുന്നു ഒരു ബോട്ടിൽ. നമുക്ക് അവിടെ നിന്നെങ്കിലും കരിക്ക് കുടിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂന്നാമത്തെ സ്ഥലമാണ്. ഇതുവരെ എനിക്ക് ബോട്ട് നിർത്തി തന്നില്ല. അങ്ങനെ നമ്മൾ കരിക്ക് ചേട്ടൻ്റെ അടുത്തെത്തി. നമ്മൾ ഈ കരിക്ക് കൊണ്ടുവന്നിരിക്കുന്ന ചേട്ടൻ്റെ ബോട്ടുമായിട്ട് നമ്മളുടെ ആ വള്ളത്തിൽ ഈ ബോട്ട് ഘടിപ്പിക്കും, ഇങ്ങനെ കെട്ടിവെക്കും. അതല്ലെങ്കിൽ ഇത് മൂവ് ചെയ്ത് പോകുമല്ലോ. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇനി ഒരു കരിക്ക് കുടിക്കാം. അപ്പോൾ ഇതെല്ലാം ഈ എക്സ്പീരിയൻസിൻ്റെ, ഈ ബോട്ടിംഗ് യാത്രയുടെ ഭാഗമാണ്. ഇങ്ങനെ വഴിയിൽ കരിക്ക് കുടിക്കാൻ നിർത്തുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ഫീലല്ലേ ഈ ഒരു അറ്റ്മോസ്ഫിയർ. താങ്ക് യു. അടിപൊളി കരിക്ക്, കൊള്ളാട്ടോ, നല്ല കരിക്ക്, നൈസ്. നല്ല വഴുമ്പലാണ്. ടെൻഡർ. ആഹാ, എന്ത് സുഖം. ഇങ്ങനത്തെ ഒരു കരിക്കെല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ളത്, എന്നാലും ഞാൻ വിട്ടില്ല. കരിക്ക് ഇസ് എ വീക്ക്നെസ് എന്ത് പറഞ്ഞാലും. തീർത്തിട്ടുണ്ട്. സന്തോഷമായി. അങ്ങനെ കരിക്കെല്ലാം കുടിച്ചു കഴിഞ്ഞു. നമ്മുടെ യാത്ര തുടരുന്നു. ബൈ ബൈ. താങ്ക് യു. ബൈ. ആഹാ, നല്ലൊരു ഇരുണ്ട അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഈ കാട്ടിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ. ഈ ഒതളങ്ങ എന്ന് പറഞ്ഞൊരു കായുണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അത് കഴിച്ചാൽ മരിച്ചു പോകും. വിഷക്കായ. അത് ഈ ഭാഗത്തൊക്കെയാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ഇത് മറ്റേ ഈറ്റയല്ലേ, എന്താ പറയുക, ഈറ്റ, ബാമ്പു. ആ, പിന്നെ കൈത. എന്ത് രസകരമായ ഒരു ഈവനിങ് ആണിത്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. റിലാക്സ്ഡ്. ഹണിമൂൺ കപ്പിൾസൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം കേട്ടോ, ഇങ്ങനെ ബോട്ടിൽ. അവരുടെ എങ്ങനെ ഐഡൻറ്റിറ്റി എന്നറിയോ, അവരുടെ കൈ നിറച്ച്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹണിമൂൺ പീപ്പിൾ ആണെങ്കിൽ, കപ്പിൾ അവരാണെങ്കിൽ എന്താ വെച്ചാൽ കൈ നിറച്ച് വളയുണ്ടാവും, പിന്നെ മെഹന്തിയൊക്കെ ഇട്ടിട്ട് അടയാളം ഉണ്ടാവും. അതാണ് അതിൻ്റെ സിമ്പിൾ. കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നത് വൈകുന്നേരത്തെ സമയമാണ്. ചേക്കേറുന്നതിന് മുന്നേ ഉള്ള ശബ്ദങ്ങളാണ് അതെല്ലാം. ഇഷ്ടംപോലെ കൊക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വാട്ടർ ബേർഡ്സ് ഉണ്ട് ഈ ഭാഗത്തെല്ലാം തന്നെ. ഇപ്പോൾ ലൈഫ് ജാക്കറ്റ് ഒരു മസ്റ്റാണ്. നമ്മളെപ്പോഴും സേഫ്റ്റി നോക്കണം. ഇനി അഥവാ വെള്ളത്തിൽ വീണാലും ലൈഫ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട. ഞാൻ പിന്നെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു നല്ലൊരു ലൈഫ് ബോയ് ഉണ്ട്, അതും കൂടി കൊണ്ട് ചാടിയാൽ മതി പോവുകയാണെങ്കിൽ. അപ്പോൾ അതിൽ ഡബിൾ പ്രിക്കോഷനാണ്. ഇപ്പോൾ ഞാനൊരു അത്ഭുത ലോകത്തിൽ തന്നെയാണ്. ഒരു ആലീസ് ഇൻ വണ്ടർലാൻഡ് സ്റ്റൈലാണ്. രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ നമ്മളുടെ ഈ ഭാഗത്ത് ഇങ്ങനെ എന്താ പറയുക, ഒരു കെനോപ്പി മാതിരി ഇങ്ങനെ കിടക്കുമ്പോൾ അതിനിടയിലൂടെ ഇപ്പോൾ ഈ കെനോപ്പിയുടെ ഭാഗമായിട്ട് തെങ്ങ് വരെ ഉണ്ട് ഈ സൈഡിലോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നത്. അതാ പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ലൊരു ഡാർക്ക് ഏരിയയിലൂടെയൊക്കെ പോകുമ്പോൾ ശരിക്കും ഒരു ആമസോൺ കാടുകൾക്കുള്ളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഫീലൊക്കെയാണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് വാട്ടറിലൂടെ. ഇവിടെ പിന്നെ ആമസോൺ കാട്ടിലൊക്കെ ഉള്ള പോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സർപ്പങ്ങളോ അങ്ങനെയൊന്നുമില്ല, പേടിക്കണ്ട. പാമ്പ് അങ്ങനെയൊന്നുമില്ല. പിന്നെ അതുപോലെ അലിഗേറ്റേഴ്സും ക്രോക്കഡൈലും അങ്ങനത്തെ വന്യ കാര്യങ്ങളൊന്നുമില്ല. ശാന്തസുന്ദരമായി ഒഴുകുന്നു നെയ്യാറ്. അങ്ങനെ തന്നെ വിചാരിക്കും. ഇതിങ്ങനെ ഒഴുകിയാണ് നമ്മുടെ കടലിലേക്ക് ചെന്ന് എത്തുന്നത്. അവിടെ പൊഴി മുറിയുന്ന സമയം കടലിലേക്ക് പോകും. അതൊക്കെ നോക്കി നല്ല ഡാർക്ക്നെസ്. ഓ മൈ ഗോഡ്. എല്ലാം രസമാണ്. കണ്ടൽക്കാടും രസമാണ്, ഇങ്ങനെയുള്ള ഓപ്പൺ എയറും ഭയങ്കര രസമാണ്. അപ്പോൾ ഇത് വൈകുന്നേരം സമയമാണ്. ഒരു 5:30 ഒക്കെ കഴിഞ്ഞു. ഏതാണ്ട് ഇതേ ഒരു മൂഡ്, ഇതിനെക്കാട്ടിലും ബെറ്റർ മൂഡായിരിക്കും ഏർലി മോർണിംഗ് അവേഴ്സ്. ഇവിടെ മുഴുവൻ തെങ്ങ ആ സൈഡിലെല്ലാം. ഇത് വേറൊരു റിസോർട്ടിലേക്ക് പോകുന്ന ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഐസോഡി കൊക്കോ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്ക് പോകാനുള്ള അവരുടെ ഒരു പാലമാണ്, അതിൻ്റെ ബ്രിഡ്ജാണ്. നമ്മളിങ്ങനെ പാസ് ചെയ്യുന്ന വഴിക്ക് ഈ സൈഡിലൊരു സരോവർ ബൊട്ടിക് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു റിസോർട്ടുണ്ട്. പണ്ടത് എസ്റ്റോറി എന്ന് പറയുന്ന റിസോർട്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേരാണ് സരോവർ. അതിന് വേണ്ടിയിട്ടുള്ള പാലമാണിത് കണ്ടോ, ക്രോസ് ചെയ്യുന്നത്.
പണ്ട് ഇങ്ങനെ ഒരു പാലമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ അവർക്കുണ്ട്. മറ്റേ അവർക്ക് ബോട്ട് മാർഗം മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളായിരുന്നു. ദിസ് ഇസ് ദ റിസോർട്ട് സരോവർ പോർട്ടിക്കോ. അപ്പോൾ ആ റിസോർട്ട് പ്രോപ്പർട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്, ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ വേഗത കൂടിയിട്ടുണ്ട്, കുറച്ചുകൂടെ സ്പീഡ് കൂട്ടുകയാണ്. കാര്യം നമ്മൾ ആ ബീച്ച് ഏരിയയിലേക്ക് എത്തിയാൽ മാത്രമേ സൺസെറ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയയിൽ കുറച്ച് റിസോർട്ടുകൾ, ഗോഗോ ലാൻഡ് റിസോർട്ട്സ്. ഓക്കെ, ഇവിടെ ഒരു ദിവസം വരണം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനത്തെ കുറച്ച് റിസോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ ഓൺ ദ വേ അവരുടെ തന്നെ കുറേ ബോട്ട്സ് ഇങ്ങനെ അവിടെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഗോഗോ ലാൻഡ് റിസോർട്ടിൻ്റെ ആണ് ഈ ഏരിയ കംപ്ലീറ്റ്, അഡ്വഞ്ചർ സ്പോർട്സും എല്ലാമായിട്ട്. സൂര്യൻ ഏതാണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു, ഇനി പെട്ടെന്ന് തന്നെ ഔട്ട് വരും കേട്ടോ. അതിന് മുന്നേ സൺസെറ്റിന് മുന്നേ എത്തണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വേറെ തമാശ പറയട്ടെ, തമാശയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടെന്ന് പറയുമ്പോൾ ഇത്ര നേരം പോയ സ്ഥലത്ത് 5 അടി 6 അടി 7 അടി ഹൈറ്റാണ്, ഡെപ്താണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു 30 അടി താഴ്ചയുള്ള ഏരിയയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. ഇനി അങ്ങോട്ട് നല്ല ആഴമേറിയ ഭാഗമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കായലിൻ്റെ പ്രദേശം, നെയ്യാറിൻ്റെ. ഒരു 70 അടി 60 അടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് താഴ്ച. ഡെപ്തുള്ള ഏരിയയിലാണ്, പിടിച്ചിരിക്കുക അല്ലേ. അപ്പോൾ ഞാൻ അകത്ത് കയറി. ഇത് അമലഗിരി ചേർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ഹോളി ക്രോസ് ഉള്ളത്. പിന്നെ അങ്ങോട്ട് പോയാൽ മേരി മാതയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്, മദർ മേരി സ്റ്റാച്യു. ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാൻ സമയമായി വരുന്നു. ഇത് മദർ മേരി ആൻഡ് ഇൻഫൻറ്റ് ജീസസിൻ്റെ സ്റ്റാച്യു ആണ്. ഇത് പൂവാർ പള്ളിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ സ്റ്റാച്യു, ഈ ഹോളി ക്രോസും ഉള്ളത്. ഇതൊക്കെ ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്കാണ്, ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇവിടെയും പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ പൂവാർ ഐലൻഡ് റിസോർട്ടിൻ്റെ ഫ്ലോട്ടിംഗ് കോട്ടേജസിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകാൻ. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് കേട്ടോ, നല്ലൊരു പ്രോപ്പർട്ടിയാണ്. കൊല്ലത്തെ ക്ലബ് മഹേന്ദ്രയുടെ പ്രോപ്പർട്ടി സ്റ്റേജിൽ അഷ്ടമുടി അതുപോലെ ഫ്ലോട്ടിംഗ് കോട്ടേജസ് ഒക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ. കേരളത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ടൂറിസത്തിനെ ആകർഷിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. സച്ച് എ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ സ്റ്റേറ്റ്. ഇതെല്ലാമാണ് പൂവാർ ഐലൻഡ് റിസോർട്ടിൻ്റെ ഫ്ലോട്ടിംഗ് കോട്ടേജസ്. ഇങ്ങനെ കിടക്കുന്നത് എന്ത് ഭംഗിയല്ലേ, സോ നൈസ്. നോക്ക്, എലിഫന്റ് റോക്ക്. അത് എലിഫന്റിന്റെ ഷേപ്പാണ് കേട്ടോ ആ റോക്കിന്, അതുകൊണ്ടാണ് എലിഫന്റ് റോക്ക് എന്ന് പറയുന്നത്. എലിഫന്റ് ഷേപ്പാണ്, അതിന്റെ മേളിൽ ചെറിയ ക്രോസ് വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് എലിഫന്റ് റോക്ക്. കറക്റ്റ് കേട്ടോ, ഒരു ആന ഇരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ഒരു സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്ക് സത്യം ഈ ബോട്ടിംഗ് യാത്രയിൽ നമ്മൾ ആസ്വദിച്ച കാഴ്ചകൾ, കണ്ട കാഴ്ചകൾ, ഇത് വരുന്ന ഓരോ ടൂറിസ്റ്റുകൾക്കും മറക്കാനാവാത്ത അനുഭവമായിരിക്കും. കാര്യം ഞാൻ ആലോചിക്കുന്നു, നോർത്ത് ഇന്ത്യൻസും പിന്നെ ഫോറിനേഴ്സിനും ഒക്കെ ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്തായിരിക്കും അല്ലേ. ഗംഭീരമല്ലേ, ഇങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സിൽ ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ ബോട്ട് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ. പിന്നെ ഇവിടെ കുറേ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ആ സൈഡിലെല്ലാം അതാണ്. ഈവൻ ശരവണ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, ചില്ലീസ് അനദർ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, പിന്നെ അപ്പുറം വേറെ ഒരെണ്ണം. പിന്നെ നമ്മുടെ കിങ് ഫിഷറും ഇതുപോലെ തന്നെയാണ്, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇത് ഇവിടെ തന്നെയല്ല. നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ബീച്ചിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ബോട്ടിൽ കയറിയിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം. എന്തായാലും ബോട്ടിൽ കയറാതെ റെസ്റ്റോറൻറ്റിൽ എത്താൻ പറ്റില്ല, കാര്യം ഇത് ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ആണല്ലോ. ഇത് പൂവാർ വെജ് ഫ്ലോട്ടിംഗ്, പഞ്ചാബി ഡാബ, ഇതെല്ലാം ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ് ആട്ടോ. ഒത്തിരി ഉണ്ട്, ഒത്തിരി. അങ്ങനെ വി ആർ നിയറിങ് ദ ബീച്ച് ഏരിയ. ബാക്ക് വാട്ടേഴ്സിൽ നിന്ന് ബീച്ച് എന്ന് പറയുമ്പോൾ ആ മൺതിട്ടയുടെ അപ്പുറത്തെ സൈഡാണ്. അങ്ങനെ ബാക്ക് വാട്ടേഴ്സ് ആൻഡ് കടൽ മീറ്റ് ചെയ്യുന്ന പ്ലേസാണ്. ഇടയ്ക്ക് ഈ മണ്ണിങ്ങനെ മുറിഞ്ഞ് വരുമ്പോഴാണ് പൊഴി മുറിയാന്ന് പറയുക. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാകും, അപ്പോൾ അവിടുത്തെ വെള്ളം കുറയും. ഇവിടെ നോക്കിയ കടൽ ഇവിടം വരെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ കടൽ. ഐ ലവ് സീ ആൻഡ് ദ വേവ്സ്. ഇല്ല, വന്നില്ല, കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കാം. ഒരു മിസ്റ്ററിയാണ് കടലെന്ന് പറഞ്ഞാൽ, എപ്പോഴും ഒരു മിസ്റ്ററിയാണ്. വന്ന് കാലിൽ തൊട്ട്
ഹാപ്പിയായി. ഇത്ര മതി, ഇത്ര കിട്ടിയാൽ മതി. സൺസെറ്റ് എല്ലാം മേഘങ്ങളുടെ ഇടയിലായി, അത് കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല, മേഘം മൂടി. അപ്പോൾ പൂവാർ വന്നു കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം, കടലും കാണാം, ബാക്ക് വാട്ടേഴ്സ് കായലും കാണാം, ബോട്ടിങ് ആസ്വദിക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാരൊക്കെ ഉണ്ട്, ഒരുപാട് മാങ്ങ, മറ്റേ ഉപ്പിലിട്ട കാര്യങ്ങൾ, ഒട്ടകത്തിൽ കയറി സഞ്ചരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പച്ചമാങ്ങ, വെള്ളരിക്ക, പൈനാപ്പിൾ, ഉപ്പിലിട്ട കാര്യങ്ങൾ എല്ലാം കിട്ടും. അതേപോലെ ആ സൈഡിലും ഉണ്ട്. ഇങ്ങനെ ഈ വഴി മുഴുവനുണ്ട്. ആൾക്കാരെല്ലാം നൊങ്ക് കട്ടിയതകത്തുള്ളേ. അയ്യോ, ഇവിടെ വരെ വന്നു കേട്ടോ. ഷോ, ഭയങ്കരമായി പോയി, അത് നമുക്ക് മിസ്സായി. ഇവിടം വരെ വന്നു. എത്രയാ? 50 റുപ്പീസ് മതി. ഇതാണ് സന്തോഷമുള്ള കാര്യം. ചെറിയ ഗുളിയൊക്കെ ഉണ്ട്. മതി, ഇനി ബോട്ടിൽ കയറാം. ഓക്കെ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സ് എല്ലാ സൈഡിലാണ്. വീടിൻ്റെ ബോട്ടിൽ കയറുന്നു. നമ്മുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഞാൻ അവിടെയാണ് പോകുന്നത്, കിങ് ഫിഷർ. അവിടേക്ക് പോകാം. ഭയങ്കര ഫോഴ്സിൽ വരും കേട്ടോ ഇപ്പോൾ തിരമാലകൾ. ഇങ്ങനെ ഒഴുകി ഇവിടം വരെ വന്നു. അപ്പോൾ അതെല്ലാം കൂടി, അയ്യോ ദൈവമേ, ഇനിയും വരും ചിലപ്പോൾ. സമയം വൈകും തോറും അതിൻ്റെ ഫോഴ്സ് കയറി വരും. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ എന്ത് രസം, എത്ര നേരം വേണമെങ്കിലും ആ ബീച്ച് സൈഡിൽ നിൽക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, അതുകൊണ്ട് മാത്രം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ദിസ് ഈസ് അവർ destination. This is the Kingfisher restaurant floating. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ മീനുകൾ ഡിസ്പ്ലേ കാണിക്കും. ഇതിലേത് വേണം, എന്തെങ്കിലും ഉണ്ടാകും. ഹമൂർ, ഏതാ ഹമൂർ? അവിടെ ഹമൂറുണ്ട്, ഇത് വെളമീൻ, ഇത് ആവോലി, ഇത് കരിമീൻ, ഇത് ഹമൂറിൻ്റെ വേറെ ടൈപ്പ്. പിന്നെ ഇത് കൊഞ്ച്, ഹമൂറിൻ്റെ വൈറ്റ്, ബ്ലാക്ക്. ദേ ജീവനുള്ള ഞണ്ട്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ പോലെ നമ്മളെ കാണിച്ചു തരും. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി തരും. പൊള്ളിച്ചതോ എങ്ങനെയൊക്കെ എന്തൊക്കെയാ ഉള്ളത്? ഫ്രൈ ഉണ്ട്, ബട്ടർഗാർലിക്കുണ്ട്, കോണ്ടി സ്റ്റൈലും ഉണ്ട്, പിന്നെ നാടൻ സ്റ്റൈലും ഉണ്ട്. ക്രാബ്, ജീവനുള്ള ക്രാബ്. വെൽക്കമിങ് ഇങ്ങനെയാണ്, പല സ്ഥലത്തും പല രീതിയിലാണ് വെൽക്കം ചെയ്ത്. ഇവിടെ ഇങ്ങനെയാണ്. സീ ഫുഡിൻ്റെ ഒരു ഫീസ്റ്റാണ് ഇവിടെ കിട്ടാൻ പോണേ. ആഹാ, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറി. അവിടെ എല്ലാ സീറ്റിംഗ് ഉണ്ട്. അവിടെയൊക്കെ പോയിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്ത് തരും മേശയും കസേരയൊക്കെ. എന്ത് രസമായിരിക്കുന്നു. ഇതാണ് നമ്മുടെ വ്യൂ. നമ്മൾ പോയ സ്ഥലം തന്നെയാണ്, കാണുന്നുണ്ടല്ലോ. ഇത് നെയ്യാർ, ദാറ്റ് ഇസ് ബാക്ക് വാട്ടേഴ്സ്, മണൽത്തിട്ട. അത് കഴിഞ്ഞിട്ട് അപ്പുറം കടൽ. ഷോ, എന്തല്ലേ ഇവിടുത്തെ ജീവിതം. ഇപ്പോൾ സന്ധ്യ കഴിഞ്ഞു, സൺസെറ്റ് കഴിഞ്ഞു. അപ്പോൾ ലൈറ്റൊക്കെ പോയല്ലോ. ഇത് അപ്പുറം ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ആ സൈഡിൽ 2-3 എണ്ണം, ഈ സൈഡിൽ ഒരു 4-5 എണ്ണം ഇങ്ങനെ വരിയായിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് പിടിക്കുന്ന ഞണ്ട് കേട്ടോ, ഈ പൂവാർ ഈ പ്രദേശത്തു നിന്ന്, ഈ ബാക്ക് വാട്ടേഴ്സിൽ നിന്ന്. ഇതിനാണ് ഇവിടെ ഏറ്റവും ഡിമാൻഡ്. മഡ് ക്രാബ്, ഓ യെസ് 1 കിലോ സൈസ് ആകുമ്പോഴേ മഡ് ക്രാബിൻ്റെ കാറ്റഗറിയിൽ വരുള്ളൂ അല്ലേ. പക്ഷേ ഇത് വിദേശികൾക്ക് കളർ ചേഞ്ച് ആവും. വേറെ വില എക്സ്പോർട്ടിങ്ങിന് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, 1 കിലോയുടെ അകത്തുള്ളതൊക്കെ ഇവിടെ റെസ്റ്റോറൻറ്റ്സിന് അവർ കൊടുക്കുള്ളൂ എന്ന് പറയുന്നത്, പിടിക്കുന്നവർ. എന്തായാലും ഇതിന് ഭയങ്കര ഹൈ ഡിമാൻഡാണ്. ഫോറിനേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മഡ് ക്രാബ് അന്വേഷിക്കും. ഇത് ബട്ടർ ഗാർലിക്കിലൊക്കെ സോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സംഭവം. ലോബ്സ്റ്റർ പോലെയാണെന്നാണ് പറയുന്നത്. അതായത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മീറ്റ് വെള്ളം പോലെ ഇങ്ങനെ പുറത്തേക്ക് വരും. ലൈവായിട്ട് തന്നെ കുക്ക് ചെയ്താലേ കിട്ടുള്ളൂ. അതായത് ലൈവായിട്ട് ജീവനോടെ എടുത്ത് കുക്ക് ചെയ്ത് തുടങ്ങണം. ഭയങ്കര കാറ്റ്, രക്ഷയില്ല. ഓഹ്, എന്തൊരു ഈവനിങ് അല്ലേ ഇത്. സച്ച് എൻ ഓസം എക്സ്പീരിയൻസ് എന്ന് പറയേണ്ടി വരും. സന്ധ്യ കഴിഞ്ഞു, ഞാനിങ്ങനെ ഓപ്പണറിൽ എന്ത് കാറ്ററിയാം, നാച്ചുറൽ കാറ്റ്, ഇങ്ങനെ ഫുൾ സ്പീഡിൽ ഫാനിട്ടിരിക്കുന്ന പോലെ ഉണ്ട്. ഇതാണ് ശരിക്കും റെസ്റ്റോറൻറ്റിൻ്റെ ഇൻസൈഡ് പോർഷൻ. നമുക്ക് അവിടെ ഇരിക്കാം, പക്ഷേ ഞാൻ ഇതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ കുറച്ചുകൂടി ബെറ്റർ പുറത്തിരിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ടേബിൾ സെറ്റ് ചെയ്തതാണ്.
അപ്പോൾ ഒരു വലിയ സ്പ്രെഡ് തന്നെ എൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. അതായത് ഹമൂറിൻ്റെ കറി, കൂന്തൽ റോസ്റ്റ്, പ്രോൺസ് ഫ്രൈ, കരിമീൻ പൊള്ളിച്ചത്, ഞണ്ട് മസാല ആൻഡ് ചപ്പാത്തി, ബട്ടർ നാൻ ഉണ്ട്. ഇത് ഇവിടുത്തെ ഈ ബാക്ക് വാട്ടേഴ്സിലെ കരിമീനാണ്. എപ്പോഴും പൊഴി ഭാഗത്തുള്ള കരിമീനിന് ഭയങ്കര ടേസ്റ്റാന്ന് പറയില്ലേ. കരിമീൻ പൊള്ളിച്ച് ഞണ്ടൊക്കെ ഭയങ്കര വലിപ്പത്തിലുള്ള മഡ് ക്രാബായിരുന്നു. നമ്മൾ കണ്ടാണല്ലോ. അത് ലൈവായിട്ട് തന്നെ കുക്ക് ചെയ്താലേ അത് ടേസ്റ്റായിട്ട് വരുള്ളൂ എന്നാണ് പറയുന്നത്. കൊഞ്ച് ഫ്രൈ അതിങ്ങനെ ഈർക്കിൽ കുത്തിയിട്ടാണ്. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ആ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. നല്ല രസമുണ്ട്. ആൻഡ് കൂന്തൽ റോസ്റ്റ്, അത് നമ്മുടെ കണവ റോസ്റ്റ്, ഹമൂറിൻ്റെ കറി, അതതിൻ്റെ വിത്ത് തല, ഫുൾ ഫിഷാട്ടോ. അത് മീനും അതിൻ്റെ തല എല്ലാം കൂടി ചേർന്ന് വരുന്ന പീസസ്. ചപ്പാത്തി ആൻഡ് ബട്ടർ നാനാണ് കോമ്പിനേഷൻ. ഹമൂർ കറിയിൽ നിന്നും തുടങ്ങുന്നു. നല്ല കറക്റ്റ് പുളി എരിവും കപ്പയുടെ കൂടെയൊക്കെ ഗംഭീരമായി. പക്ഷേ ഇവിടെ കപ്പയല്ല, ഇവിടുത്തെ ഒരു വരുന്ന ക്ലയൻസിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി നാൻ. ഇവിടെ എല്ലാ ഷോപ്പിലും അങ്ങനെ തന്നെ. ഇതിൻ്റെ ഫ്ലഷ് എല്ലാം ഹമൂർ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ് ആ ഫിഷ്. എന്ത് ചൂടാ, ഇറ്റ്സ് വെരി വെരി ഹോട്ട്. അതിൻ്റെ ഫ്ലഷൊക്കെ ഞാൻ ചെറിയൊരു പീസാണ് എടുത്തത്. ഇത് എന്ത് ടേസ്റ്റാണ് ഇത്. കൊഞ്ച് ഫ്രൈ ഗംഭീരം. ഇത് ബ്ലാക്ക് ആവൂലി അല്ലേ, അതിൻ്റെ ബട്ടർ ഗാർലിക് സോസിൽ അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഒറ്റ എരിവിനിരുന്ന് ഫുള്ള് കഴിക്കാൻ തോന്നും. രക്ഷയില്ല. ഇറ്റ്സ് വെരി വെരി യമ്മി. അടിപൊളി കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. ആരാ ഇതുണ്ടാക്കിയ ആള്? ഷെഫിനെ വിളിച്ചു തരോ? ഇത് ബട്ടർ നാൻ, ക്രാബ് കറി. ക്രാബിൻ്റെ ഉള്ളു കണ്ടോളൂ, ഫ്ലഷി പാർട്ട്. ഓ നൈസ് ഫ്ലഷ്. ഇതാണ് ഒരു ഷെഫ് വിശാഖ്. ട്രിവാൻഡ്രം എവിടെ സ്ഥലം? ട്രിവാൻഡ്രം. ഇതിൽ ഏതൊക്കെയാണ് താങ്കൾ? ഫ്രൈ. ഓ ഫ്രൈ ഗംഭീരം, റോസ്റ്റും ഗംഭീരം. മറ്റേ ആരാ ഒരാളും കൂടി ഉള്ളത്? ഒന്ന് വിളിക്കാവോ? യങ്സ്റ്റേഴ്സാണ്, എന്ത് നന്നായിട്ട് ഉണ്ടാക്കണമെന്ന് തോന്നും. ഷെഫ് ഷെറിനും ഷെഫ് വിശാഖാണോ വിശാലാണോ? ശ്രീ വിശാഖ്. എവിടെയാണ് പഠിച്ചതൊക്കെ? ട്രിവാൻഡ്രത്ത് തന്നെയാണ് അല്ലേ? ലേക്ക് വില്ലയിൽ ഉണ്ടായിരുന്നാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അന്ന് അവരുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ലേക്ക് വില്ലയിൽ ഉണ്ടായിരുന്ന സജിൻ ഷെഫിൻ്റെ ശിഷ്യന്മാരാണ് ഇവർ. ഇത് ഷെഫ് ഷെറിൻ. അടിപൊളി കേട്ടോ, രക്ഷയില്ല. വെരി ടേസ്റ്റി, നല്ല ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ പറയത് ഷെഫുകാരൊന്ന് കാണണം. അങ്ങനെ മനസ്സിലായി, ഇപ്പോൾ പറഞ്ഞു. അവിടുത്തെ ഷെഫിൻ്റെ ശിഷ്യന്മാരാണ് നിങ്ങൾ. സജിൻ അല്ലേ? സജിൻ ഷെഫിൻ്റെ. താങ്ക് യു. ക്രാബിൻ്റെ ഫ്ലഷ് വെരി വെരി ടേസ്റ്റി. ഞാൻ ക്രാബ് കഴിക്കുമ്പോൾ എല്ലാം ഞാൻ ഓർമ്മിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വയനാട് പോയപ്പോൾ ഈ എന്താ പറയുക, തോട്ടിൽ നിന്ന് പിടിച്ച കുഞ്ഞ് ക്രാബ് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി. കറി മീൻസ് ഒരു വളരെ ഒരു ട്രൈബൽ സ്റ്റൈലൊരു, അത്ര മസാലയൊന്നുമില്ല, കുറച്ച്. അന്ന് എന്തുകൊണ്ട് കഴിച്ചില്ല എന്ന് ചോദിച്ചു. ഞാൻ അത്രയും ചെറിയ ക്രാബ് കഴിക്കാറില്ല, അതാണ് കാര്യം. അല്ല പ്രത്യേകിച്ച് വേറെ റീസണൊന്നുമില്ല. ട്രൈബൽ സ്റ്റൈലിലായിപ്പോയി അല്ലെങ്കിൽ വേറെ രീതിയിലാണ്, അങ്ങനെയൊന്നുമല്ല. എനിക്ക് വലിയ ക്രാബ്സാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. കൂന്തൽ റോസ്റ്റ് ഇസ് ഓൾസോ എഗെയിൻ നല്ലതായിട്ട് കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ബട്ടർ ഗാർലിക് സോസിലുള്ള ആവോലി. ബട്ടർ ഗാർലിക് സോസ് ഇതൊരു കോണ്ടി സ്റ്റൈലിലാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ബ്ലാക്ക് ആവോലിയാണ്. രക്ഷയില്ലല്ലോ. പിന്നെ മതിമറന്നിരിക്കുവാണ്, എത്രയും സീ ഫുഡ് നല്ല ടേസ്റ്റി. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, വെറുതെ പറയുന്നതല്ല, എല്ലാം ഭയങ്കര സ്വാദിലാണ് ചെയ്തിരിക്കുന്നത്. എക്സലൻറ്റ് പ്രിപ്പറേഷൻ.
ഫ്രഷ് ക്യാച്ചാണ് എല്ലാം തന്നെ. ഒരു കാര്യം എല്ലാം നല്ല നല്ല പച്ച മീൻ എന്ന് പറഞ്ഞില്ലേ, അത്രയും ഫ്രഷാണ്. ഇവിടെയൊക്കെ വന്നാൽ അങ്ങനെ കിട്ടുള്ളൂ, അത്രയും നല്ലതായിട്ട്. പക്ഷേ നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രണ്ടുപേരും യങ്സ്റ്റേഴ്സാണ് ഇവിടുത്തെ ഷെഫ്മാർ. അവർ ജൂനിയേഴ്സാണ്, മെയിൻ ഷെഫിന്നില്ല. പക്ഷേ ഗംഭീരം. അവർ മെയിൻ ഷെഫിനെ പ്രൗഡാക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്, അത്രയും നന്നായിട്ട്. ഇത് കരിമീൻ പൊള്ളിച്ചത് വിത്ത് മസാല. ഞാൻ ടെയിൽ പോർഷൻ ഇതുപോലെ കുറച്ച് എടുത്ത് ചെറിയ പീസാക്കാൻ വേണ്ടിയിട്ട്. ഗംഭീര മസാല. അപ്പോൾ നമ്മളിപ്പോൾ കിങ് ഫിഷർ റെസ്റ്റോറൻറ്റ്, ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണു. അപ്പോൾ ഞാൻ ആദ്യം ഈ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ദാറ്റ് ഈസ് അവിടെ നമ്മുടെ ഒരു ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ വിളിച്ചു കഴിഞ്ഞാൽ 7 പേർക്ക് വരെ 1.5 മണിക്കൂറിൻ്റെ ബോട്ടിങ്ങിന് 1600 റുപ്പീസ് മാത്രമേ ചാർജ് ചെയ്യുള്ളൂ. ആ ഒരു പാക്കേജിൻ്റെ ഭാഗമായിട്ട് നിങ്ങളെ വേണമെങ്കിൽ ഇവിടെയും കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ബില്ല് സെപ്പറേറ്റ് ആണ്, നിങ്ങൾ എന്ത് കഴിക്കുന്നോ അതനുസരിച്ചിട്ടുള്ള ബില്ലിംഗ് ഉണ്ടാവും. ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ആംബിയൻസും ഇതും പിന്നെന്താ ഈ ബോട്ടിങ്ങും ഈ ബീച്ചും എല്ലാം കൂടി എനിക്കിപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയ എന്തൊക്കെയാണ് അത് നിങ്ങൾ കണ്ടാണല്ലോ, അതുപോലെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം, ഫോൺ നമ്പർ ബന്ധപ്പെടുക ഡയറക്റ്റായിട്ട്. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നോക്കിയിട്ട്, ഇനിയിപ്പോൾ രാത്രി വളരെ വൈകി കഴിഞ്ഞു, നമ്മുടെ ബോട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോഴും. അപ്പോൾ ഇനി ആ ഇരുട്ടത്ത് നമ്മൾ തിരിച്ചു പോകുന്നു, കാറ് കിടക്കുന്നതിൻ്റെ ആ ഭാഗത്ത്, എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ലോഗ്സ്. ലവ് യു ആൾ.